എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുകൂടാതെ സൈഡിലെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആദ്യം കാണാനായി. ഹായ്, മല്ലു ടെക്നോളജിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സോണി ബ്രാവിയ 4K ടിവിയുടെ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങാം. ഇതാണ് ബോക്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ 43 ഇഞ്ചാണെന്ന് കാണിച്ചിട്ടുണ്ട്. 108 സെൻറ്റിമീറ്റർ ആണ്. X70E സീരീസിലുള്ളതാണ് ഈ ടി വി. ഇതൊരു ഇൻ്റർനെറ്റ് ടി വി ആണ്. അതുകൂടാതെ ഇതിൽ 4K ആണെന്ന് പറഞ്ഞു. അതിൽ HDR സപ്പോർട്ടറാണ്. HDMI വർക്കാവും, USB വർക്കാവും. സോണിയുടെ എക്സ് റിയാലിറ്റി പ്രോ എന്ന് പറയുന്ന ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് 4K. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് കമ്പനിയുടെ സ്റ്റിക്കേഴ്സും ഉണ്ട്. അല്ലാതെ ഞാൻ വാങ്ങിച്ച നന്ദില ജി മാർട്ട് എന്നാണ്, അതിൻ്റെ സ്റ്റിക്കറും ഉണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്തത് ജൂലൈ 2017 ആണ്. ഇതിൽ MRP 72,000 കൊടുത്തിരിക്കുന്നത്. ഞാൻ 60,000 ഇത് വാങ്ങിയത്. റൈറ്റ് സൈഡിൽ പ്രത്യേകിച്ചൊരു ഡീറ്റെയിൽസും ഇല്ല. ജസ്റ്റ് 4K ആണ്, 43 ഇഞ്ചാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇത് 2017 മോഡൽ ടി വി ആണ്. അപ്പോൾ നന്ദിര ജി മാർട്ട് അങ്ങനെയുള്ള കടകളിലെല്ലാം ഇപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ പോലെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 60,000 രൂപയ്ക്ക് ഇത് കിട്ടിയത്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കണക്കൊരു ഇതുണ്ടായിരുന്നു. അത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ കീറിപ്പോയി. അത് നമ്മുടെ ഓപ്പണിംഗ് ഫ്ലാപ്പിൽ ഒട്ടിച്ചാണ് വെച്ചിരുന്നത്. ഇത് ജസ്റ്റ് ഒരു സെറ്റപ്പ് ഗൈഡാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡ് സെറ്റപ്പ് ചെയ്യുന്നതെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ലാംഗ്വേജിൽ ഇതിൽ അവൈലബിൾ ആണ്. ഇത് വോൾ ബ്രാക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം, അല്ലാതെ താഴെ ഒരു സ്റ്റാൻഡിൽ വെക്കുകയും ചെയ്യാം. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് റിമോട്ട് കിട്ടും. ഇതിൻ്റെ റിമോട്ടിൽ യൂട്യൂബിനും നെറ്റ്ഫ്ലിക്സിനും ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള കൺട്രോൾസ് എല്ലാം ഉണ്ട്. രണ്ട് AAA ബാറ്ററി വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് നമുക്കിതിൻ്റെ പവർ പ്ലഗ് കിട്ടുന്നുണ്ട്. ഇതാണ് പ്ലഗ്. അതുകൂടാതെ ഈ പ്ലഗ് ഒരു അഡാപ്റ്ററിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു അഡാപ്റ്ററും കൂടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. സോണിയുടെ ഒരു 19.5 വോൾട്ട് അഡാപ്റ്ററാണ്. നേരത്തെ കാണിച്ച പ്ലഗ് ഇവിടെ കൊടുത്തിട്ട് ഇത് ടി വിയുടെ ബാക്കിൽ കൊടുക്കണം. സെൻറ്ററിൽ നമുക്ക് നമ്മൾ നേരത്തെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലിൽ കണ്ട ആ സ്റ്റാൻഡാണ് ഈ സെൻറ്ററിലുള്ള. അപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ കൂടെ 4 സ്ക്രൂ ഉണ്ട്. അപ്പോൾ ആ സ്ക്രൂ വെച്ച് നമുക്ക് ഈ സ്റ്റാൻഡ് ടി വിയിൽ കണക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റാൻഡ് നല്ല സോളിഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കുള്ളൊരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. സാധാ സെറ്റപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ റിമോട്ടിന് വേണ്ടി 2 ബാറ്ററിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തെർമോക്കോൾ ഇനി എടുത്ത് മാറ്റാം. ടി വി നല്ല സ്ലിമ്മാണ്. സൈഡിൽ 2 തെർമോക്കോളും കൂടെ ഉണ്ട്.
ടി വി കവേർഡാണ്, നല്ല വൃത്തിയാണ്. അപ്പോൾ ഞാൻ ടി വി പുറത്തെടുത്തു. ഇതാണ് അതിൻ്റെ കുറേ ഫീച്ചേഴ്സ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടി വി കവർന്ന് പുറത്തെടുക്കാം. ഇതാണ് സോണിയുടെ X70E സീരീസിലുള്ള 4K ടി വി. ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സാണ്. 4K എക്സ് റിയാലിറ്റി പ്രോ, ക്ലിയർ ഓഡിയോ പ്ലസ്, യൂട്യൂബ്, ഇൻ്റർനെറ്റ് ബ്രൗസിങ് ചെയ്യാൻ പറ്റും, ഫോട്ടോ ഷെയറിങ് പറ്റും, USB ഹബ് ഉണ്ട്.